വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. എന്റെ പേര് ജോൽ തങ്കച്ചൻ. എന്റെ യൂട്യൂബിന്റെ പേര് പുതുവേലി ജോ. പുതുവേലി ജോ എന്ന യൂട്യൂബ് ചാനൽ കാണാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. പിന്നെ വേറെ കാര്യം കൂടി ഉണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ കൂട്ടുകാർക്കും അതേപോലെ എല്ലാവർക്കും തന്നെ ബന്ധുക്കളായാലും സ്വന്തക്കാരായാലും എല്ലാവർക്കും നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അങ്ങനെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോസ് പോയത് ഒരു അക്കഡേറ്റിലാണ്. നമുക്ക് ഈ വീഡിയോസ് നമ്മൾ പോണത് ഒരു മലയിലോട്ടാണ്. ഏത് മല എന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ പോയി പ്രാവശ്യം പോകുന്നത് നാടുകാണി മലയാണ്. നാടുകാണി മല എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണ് നാടുകാണി മല എന്ന് പറയുന്നത്. നാടുകാണി രണ്ടുണ്ടായിരിക്കും, തിരുവനന്തപുരം നാടുകാണി ഉണ്ടായിരിക്കും, എറണാകുളം നാടുകാണി ഉണ്ട്. അപ്പൊ നമ്മൾ പോകുന്നത് എറണാകുളം നാടുകാണി മലയിലാണ്. അപ്പൊ നാടുകാണി മല എന്ന് പറയുമ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയിൽ കോതമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും മനോഹരമായ ഒരു മലയാണ്. ആ മലയുടെ മേളിൽ കയറുന്ന ഏതാണ്ട് ഹൈ റേഞ്ച് ഭാഗം ഫുള്ളും കാണാനാണ്, കവർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് മലയാറ്റൂർ മല അതേപോലെ തന്നെ മലകളിൽ പോയിട്ടുണ്ട്. അതേപോലെ ഒരു വ്യത്യസ്തമായ ഒരു മലയാണ് ഈ നാടുകാണി മല. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ നമുക്ക് നാടുകാണി മല പോയി കാണാം. അപ്പൊ ഗൈസ് നമ്മള് നാടുകാണി ജംഗ്ഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് നാടുകാണി മല നമ്മൾ പോകുന്ന. അപ്പൊ ഗൈസ് നമ്മൾ മലയുടെ അടിവാരത്ത് എത്തിയേക്കുവാണ്. നമ്മളപ്പോ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗൈസ് ഭയങ്കര ഇതാട്ടോ, നല്ല വഴുക്കലുണ്ട്. നമ്മൾ വീഴാനുള്ള ചാൻസ് ഏറെ കൂടുതലാണ്. നല്ല വഴുക്കലുണ്ട് ഇവിടെ. അത്രയും കയറണം. ഏതാണ്ട് നമ്മൾ മലയാറ്റൂർമലയിൽ 14 സ്ഥലം കയറണമില്ലേ, അതുപോലെ 14 സ്ഥലത്തിന്റെ ഓരോ ഇത് വെച്ചിട്ടുണ്ട്. 1ാം സ്ഥലം, 2ാം സ്ഥലം, 3ാം സ്ഥലം, 4ാം സ്ഥലം എന്ന് പറഞ്ഞ പോലെ. ഇപ്പൊ നമ്മൾ എത്രാമത്തെ സ്ഥലമാ? 5 സ്ഥലം. നമ്മളൊന്ന് 5ാം സ്ഥലം എത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയും കയറാനുണ്ട്. 14 സ്ഥലമുണ്ട്. 14ാമത്തെ സ്ഥലമാണ് ഏറ്റവും മേളിൽ കുരിശ് വെച്ചിട്ടുണ്ട്. ആ സ്ഥലം ഇനി കയറാനുണ്ട്. നല്ലൊരു കയറ്റാണ്. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കയറ്റം കയറിയിട്ടില്ല. നല്ലൊരു കയറ്റം കേട്ടോ. അല്ല ഗൈസ്, ദാഹിക്കുന്ന വെച്ച് വെള്ളം കുടിക്കട്ടെ. ഓക്കെ, ആ പാടം പറമ്പ് എല്ലാം നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ 1000 അടി ഉയരത്തിലേക്ക് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ മൂന്നാറും കൊടൈക്കനാലൊക്കെ യാത്ര ചെയ്യുന്ന അതേ ഫീൽ തന്നെയാണ് ഈ നാടുകാണിമല നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതേപോലെ ഉയരങ്ങളിൽ നിൽക്കുന്ന സ്ഥലമാണ്. ഉയരം തോറും നമുക്ക് തണുപ്പ് കൂടുന്നല്ല പറഞ്ഞത്, അതേപോലെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പം മലയുടെ ടോപ്പ് പോയിന്റിൽ എത്താറായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഏകദേശം 2000 അടി ഉയരത്തെങ്കിലെത്തി. ഇനി ഒരു 1000 അടി മേളിൽ നമ്മൾ എത്താം. അപ്പോൾ ഗൈസ് നമ്മൾ നാടുകാണി മലയിലെ ഏറ്റവും ഉയരത്തിൽ ടോപ്പ് പോയിന്റിൽ നമ്മൾ എത്തിയേക്കുവാണ്. അപ്പോൾ നമുക്ക് ഏകദേശം 3000 അടി ഉയരത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്ക് മലയിലെ വിശേഷങ്ങളെല്ലാം കാണാം. നാടുകാണി എന്ന സ്ഥലത്തിന് പേര് വന്നത് തന്നെ ഇതിന് മേളിൽ നിന്ന് നമുക്ക് നാട് ഫുള്ളും കാണാം. അതുകൊണ്ടാണ് ഇതിന് നാടുകാണി എന്ന സ്ഥലത്തിന് പേര് തന്നെ വന്നത്. കോട ഇറങ്ങിയേക്കുവാണ്. കോട എന്ന് പറയുമ്പോൾ ഭയങ്കര കോട, നമുക്ക് വഴിയൊന്നും കാണത്തില്ല, അത്രയ്ക്കും കോട ഇറങ്ങിയേക്കുവാണ്. ഭയങ്കര സൺസെറ്റ് ഉണ്ട്. സൺസെറ്റിന്റെ സമയമായിട്ടുണ്ട്. വീഡിയോസും മനോഹരമായ കാഴ്ചകളുമായി നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കണ്ടവരെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് നിങ്ങൾ മറക്കണ്ട, പുതുവേലി ജോ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ ചാനൽ ഷെയർ ചെയ്യുക.